നമസ്കാരം. നമ്മുടെ സബ്ജക്റ്റ് എൻവയൺമെന്റൽ എഞ്ചിനീയറിംഗ്. നമ്മൾ 4th മോഡ്യൂളിലെ റഫ്യൂസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ? അതായത് സോളിഡ് വേസ്റ്റ്. സോളിഡ് വേസ്റ്റിൽ അടങ്ങിയിട്ടുള്ള കോമ്പണൻസ്, പിന്നെ അതുപോലെ എങ്ങനെ നമുക്ക് സോളിഡ് വേസ്റ്റ് കളക്ട് ചെയ്യാം അല്ലെ? വീടുകളിലൊക്കെ ഉദ്ഭവിക്കുന്ന സോളിഡ് വേസ്റ്റ് നമുക്ക് എങ്ങനെ കളക്ട് ചെയ്യാം, പിന്നെ അതുപോലെ എങ്ങനെ നമുക്ക് കളക്ട് ചെയ്ത സോളിഡ് വേസ്റ്റ് ഡിസ്പോസ് ചെയ്ത് കളയാം. അതിന്റെ പല മെത്തേഡ്സ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായി നോക്കി അല്ലേ? പിന്നെ അതുപോലെ കമ്പോസ്റ്റിങ്ങിനെ കുറിച്ച് നോക്കിയിരുന്നു. അതിനു വേണ്ടി ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് എന്തൊക്കെയാണ് അല്ലെ? വണ്ടി വേണം, പിന്നെ ഒരു ക്രെയിന് വേണം, ഹോപ്പർ, സ്ക്രീൻസ്, സെപ്പറേറ്റേഴ്സ്. നമ്മളൊരു സ്കീമാറ്റിക് ഡയഗ്രാം ഒക്കെ കണ്ടതാണ് അല്ലെ? നമ്മുടെ കമ്പോസ്റ്റിങ്ങിന് വേണ്ട ഒരു പ്രൊസീജിയർ പോലെ നമ്മളൊരു ഡയഗ്രാം വെച്ച് പഠിച്ചിരുന്നു. പിന്നെ നമ്മൾ നോക്കിയത് എന്തായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ? ഡ്രെയിനേജ് ആൻഡ് സാനിറ്റേഷൻ ഇൻ ബിൽഡിങ്സിനെ കുറിച്ച്. അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ? ഒരു ബിൽഡിങ്ങില് വേസ്റ്റ് വാട്ടർ പോവാനുള്ള പൈപ്പ് ലൈൻസ്, ആ പൈപ്പ് ലൈൻസിന്റെ നെറ്റ്വർക്കിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡ്രെയിനേജ് നെറ്റ്വർക്ക്. ആ ഒരു ബിൽഡിങ്ങിലെ ഡ്രെയിനേജ് നെറ്റ്വർക്ക് അല്ലെ? അപ്പൊ എന്തിനാണ് നമ്മൾ അങ്ങനെ ഒരു ഡ്രെയിനേജ് സിസ്റ്റം കൊടുക്കുന്നത്? അതിന്റെ എയിം എന്താണ്, പർപ്പസ് എന്താണ് എന്നുള്ളതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി അല്ലേ? പിന്നെ അതുപോലെ തന്നെ നല്ലൊരു ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറയണമെങ്കിൽ എന്തൊക്കെയാണ് അതിന് വേണ്ട റിക്വയർമെന്റ്സ്, അത് നമ്മൾ നോക്കിയതാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു ഡ്രെയിനേജ്, നല്ലൊരു ഹൗസ് ഡ്രെയിനേജിന് വേണ്ട പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്, ആവശ്യ ഘടകങ്ങൾ, അത് നോക്കി. പിന്നെ നമ്മൾ നിർത്തിയത് ലേ ഔട്ട് പറഞ്ഞിട്ടാണ് അല്ലെ? ലേ ഔട്ട് ഓഫ് സാനിറ്ററി ഫിറ്റിംഗ്സ്. ഒരു വീട്ടിലേക്ക്, അതായത് ഒരു ഹൗസ് ഡ്രെയിനേജ് അറേഞ്ച്മെന്റിലേക്ക് കൊടുക്കുന്ന സാനിറ്ററി ഫിറ്റിംഗ്സിന്റെ ഒരു ലേ ഔട്ട്. അതായത് എങ്ങനെയൊക്കെയാണ് ആ പൈപ്പ് എങ്ങനെയൊക്കെയാണ് ലേ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് പറഞ്ഞു നിർത്തിയത് അല്ലെ? ഒരു ബിൽഡിങ്ങിൽ നമ്മളൊരു സിംഗിൾ ഫ്ലോർ ബിൽഡിംഗ് കാണിച്ച് ആ ബിൽഡിങ്ങില് എന്തൊക്കെ ഉണ്ടാവും? ഒരു സിംഗിൾ ഫ്ലോർ ബിൽഡിങ്ങില് ഒരുപാട് മുറികൾ ഉണ്ടാവും അല്ലെ? ഏതൊക്കെ മുറികളായിരിക്കും? കിച്ചൺ, ബെഡ്റൂം, ലിവിംഗ് റൂം, ബാത്റൂം അല്ലെ? ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഘടകങ്ങൾ. ഇപ്പൊ ഒരു വീട്ടിലെ നമ്മളൊരു സിംഗിൾ സ്റ്റോറി വീട് എടുക്കുകയാണെങ്കിൽ ഇതെല്ലാം അത്യാവശ്യമായിട്ട് വേണം അല്ലെ? അപ്പൊ അതില് ബാത്റൂംസിൽ നിന്ന് കൊടുക്കുന്ന പൈപ്പ്, അതുപോലെ വാഷ് ബേസിൻസ്, അതായത് ഇപ്പൊ ഒരു കിച്ചണിലെ സിങ്കിൽ നിന്ന് കൊടുക്കുന്ന പൈപ്പ്, ഇതെല്ലാം ചെന്ന് ചേരുന്നത് ഒരു മെയിൻ പൈപ്പിലേക്കാണ്. പിന്നെ അതുപോലെ ഒരുപാട് ഇൻസ്പെക്ഷൻ ചേംബേഴ്സ് കൊടുക്കുന്നുണ്ട് അല്ലെ? പിന്നെ സോയിൽ പൈപ്പ്, അങ്ങനെ പല പൈപ്പ്സ് ഉണ്ട് അല്ലെ? റെയിൻ വാട്ടർ പൈപ്പ്, സോയിൽ പൈപ്പ്. ഓക്കെ, അപ്പൊ അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഫിഗർ കണ്ടിരുന്നു അല്ലെ? ഇനി നമുക്ക് അത് സിംഗിൾ സ്റ്റോറി ബിൽഡിങ്ങിനാണ് നമ്മൾ കണ്ടത്. നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ലേ ഔട്ടിനെ കുറിച്ചാണ് അല്ലെ? ലേ ഔട്ട് ഓഫ് സാനിറ്ററി ഫിറ്റിംഗ്സ് ടു ഹൗസ് ഡ്രെയിനേജ് അറേഞ്ച്മെന്റ്. അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഒരു വീട്ടില് കുറെ പൈപ്പ് ലൈൻസ് വരുന്നുണ്ട് അല്ലെ? അപ്പൊ ആ പൈപ്പ് ലൈൻ എങ്ങനെയാണ് ഓറിയന്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് പറഞ്ഞിരുന്നു. ഈ ഒരു ഡയഗ്രത്തിനെ കുറിച്ചാണ് ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞത്. ഓക്കെ, ഒരു ബിൽഡിങ്ങിന്റെ പ്ലാൻ ആണ്. ഒരു വീടാണെന്ന് വിചാരിക്കാം. അപ്പൊ എവിടേക്കാണ്
വെള്ളം പോകുന്ന വേസ്റ്റ് വാട്ടർ ജനറേറ്റ് ചെയ്യാൻ സാധ്യതയുള്ളത് ആ കാര്യങ്ങളെ കാണിക്കേണ്ടതുള്ളൂ. ഓക്കെ, അല്ലാതെ വീട്ടിലെ മുറികളൊന്നും ഇപ്പൊ കാണിക്കണം എന്ന് വലിയ ഇമ്പോർട്ടന്റ് അല്ല. കാരണം ഈ ഡയഗ്രത്തിൽ കാണിക്കുന്നത് എന്താണ്? ഒരു ഡ്രെയിനേജ് സിസ്റ്റത്തിന്റെ അറേഞ്ച്മെന്റ് ആണ്. അപ്പൊ ആ പൈപ്പ് ലൈൻസ് മാത്രമേ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കേണ്ടതുള്ളൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് പൈപ്പ് ലൈൻസ്. ഇപ്പൊ ഇത് എസ് എന്ന് എഴുതിയ സിങ്ക്, വാഷ് ബേസിൻ അല്ലെ. അപ്പൊ അങ്ങനെ ഓരോ യൂണിറ്റ്സ് എഴുതിയിട്ടുണ്ട് അല്ലെ. വാട്ടർ, ഇത് കൂളറാണ്, ഒരു കൂളർ കൊടുത്തിട്ടുണ്ട്, വാട്ടർ കൂളർ. പിന്നെ വാട്ടർ ക്ലോസറ്റ്, വാഷ് ബേസിൻ. ഓക്കെ, അപ്പൊ അത് മാത്രം കാണിച്ചാൽ മതി. എന്നിട്ട് പൈപ്പ് ലൈൻസ് കാണിക്കുക, അതിൽ നിന്ന് വരുന്ന പൈപ്പ് ലൈൻസ്. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു സിമ്പിൾ സിംഗിൾ സ്റ്റോറി ബിൽഡിങ്ങിന്റെ കേസിൽ. ഇനി ഒരു മൾട്ടി സ്റ്റോറീഡ് ബിൽഡിംഗ് എടുക്കുകയാണെങ്കിൽ, in multi-storied buildings, sanitary blocks are arranged one above the other on different floors. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്നിൽ കൂടുതൽ നിലകളുള്ള ഒരു ബിൽഡിംഗ് ആണെങ്കിൽ അവിടെ എങ്ങനെയായിരിക്കും ബാത്റൂംസും അങ്ങനെ ഡ്രെയിനേജ് സിസ്റ്റം അറേഞ്ച് ചെയ്തിട്ടുള്ളത്? നമ്മൾ എപ്പോഴും മോർ ദാൻ 1 ഫ്ലോർ ഉള്ള ഒരു ബിൽഡിംഗ് ആണെങ്കിൽ ഡ്രെയിനേജ് സിസ്റ്റം എളുപ്പമാക്കാൻ വേണ്ടി എങ്ങനെ കൊടുക്കും എന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ഫസ്റ്റ് ഫ്ലോറിൽ നമ്മളൊരു ബാത്റൂം കൊടുക്കുകയാണെങ്കിൽ സെക്കൻഡ് ഫ്ലോറിൽ കൊടുക്കുന്ന ബാത്റൂം ഇതിന് നേരെ മുകളിലായിട്ടാണ് കൊടുക്കുക. അത് ഈ ഒരു ഡ്രെയിനേജ് സിസ്റ്റത്തിന്റെ അറേഞ്ച്മെന്റിന്, എളുപ്പത്തിലുള്ള അറേഞ്ച്മെന്റിന് വേണ്ടിയാണ്. ഓക്കെ, എന്നാ പിന്നെ എന്താ വെച്ചാൽ ഒരു കോമൺ പൈപ്പ് കൊടുത്താൽ മതി അല്ലെ, വേസ്റ്റ് കളക്ട് ചെയ്യാൻ ഒരു കോമൺ പൈപ്പ് അല്ലെ. ഈ നമ്മുടെ സിങ്ക്, അതുപോലെ ബാത്ത് ടബ് ഒക്കെ കാണിച്ചിട്ടുണ്ട്, പിന്നെ അതുപോലെ വാട്ടർ ക്ലോസറ്റ്. അപ്പൊ ഇതെല്ലാം ഒരു കോമൺ പൈപ്പിലേക്ക് അറ്റാച്ച് ചെയ്താൽ മതി അല്ലെ. അപ്പൊ ഡ്രെയിനേജ് സിസ്റ്റത്തിന്റെ എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മൾ എപ്പോഴും വെള്ളത്തിനോട് കണക്ട് ചെയ്ത് വരുന്ന കോമ്പണൻസ്, അപ്പൊ അതായത് നമ്മുടെ ബാത്റൂംസ്, ടോയ്ലറ്റ്സ് ഒക്കെ ഒന്നിനും നേരെ മുകളിൽ തന്നെ അടുത്തതും വെക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ എന്ത് പറ്റും വെച്ചാൽ പൈപ്പൊക്കെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇടേണ്ടി വരും. അപ്പൊ എന്തെങ്കിലും റിപ്പയർ ഒക്കെ വേണ്ടി വന്നാൽ അതൊക്കെ വളരെ ബുദ്ധിമുട്ടാവും ഭാവിയിൽ. ഓക്കെ, അപ്പൊ അതിന്റെ എളുപ്പത്തിന് വേണ്ടി നമ്മൾ എപ്പോഴും ഒരു ബാത്റൂം നിർമ്മിക്കുകയാണെങ്കിൽ നേരെ മുകളിലുള്ള ഫ്ലോറിൽ, സെക്കൻഡ് ഫ്ലോറിൽ ഇതിന് നേരെ മുകളിലായിട്ടാണ് അടുത്തത് നിർമ്മിക്കുക. ഓക്കെ, മനസ്സിലായല്ലോ അല്ലെ? കൺസെപ്റ്റ് മനസ്സിലായില്ലേ? So it facilitates the same soil pipe or waste pipe or vent pipe to serve the various fixtures in different floors. അല്ലെ? ഒന്നിൽ കൂടുതൽ നിലകളുള്ള എല്ലാ നിലകളിലും ഒരൊറ്റ സോയിൽ പൈപ്പ് കൊടുത്താൽ മതി. അതുപോലെ വേസ്റ്റ് പൈപ്പ് ആണെങ്കിലും, വെന്റ് പൈപ്പ്, എയർ വെന്റിലേഷന് കൊടുക്കുന്ന വെന്റ് പൈപ്പ് ആണെങ്കിലും ഒരു പൈപ്പ് മതി അല്ലെ. 10 ഫ്ലോർ ഉണ്ടെങ്കിലും ആ 10 ഫ്ലോറിനും കൂടെ ഒരൊറ്റ പൈപ്പ് മതി. അപ്പൊ ആ ഒരു എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ഡിസൈൻ ചെയ്യുന്ന, നമ്മൾ പ്ലാന് വരയ്ക്കുമ്പോൾ തന്നെ അങ്ങനെ റൂംസ് ഒക്കെ ഓറിയന്റ് ചെയ്യുന്നത്. Inspection chambers are provided at the ground where the solid pipe joins the house drain. അല്ലെ, ഇൻസ്പെക്ഷൻ ചേംബർ നമ്മൾ കഴിഞ്ഞ ഫിഗറിൽ കണ്ടു, IC എന്ന് എഴുതിയിട്ട് അല്ലെ. ഒരുപാട് ഇൻസ്പെക്ഷൻ ചേംബേഴ്സ് ഉണ്ട്, നിങ്ങൾ നോട്ട്ബുക്കിൽ വരച്ചല്ലോ അല്ലെ ആ ഫിഗർ. അപ്പൊ ആ IC എന്ന് പറയുന്നതാണ് ഇൻസ്പെക്ഷൻ ചേംബേഴ്സ്. ഓക്കെ, അപ്പൊ ഇൻസ്പെക്ഷൻ ചേംബേഴ്സ് ഒക്കെ നമ്മൾ മണ്ണിൽ കൊടുക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, പൈപ്പിൽ എന്തെങ്കിലും ബ്ലോക്ക് ഒക്കെ വന്നാൽ നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇൻസ്പെക്ഷൻ ചേംബർ കൊടുക്കുന്നത്. ഓക്കെ, ഈ മാൻഹോളിന്റെ അതേ പർപ്പസ് ആണ് കേട്ടോ. A vent pipe or anti-siphonage pipe is also provided to preserve the water seals of sanitary fittings. അപ്പൊ നമ്മൾ ഇവിടെ ഒരു ആന്റി-സൈഫണേജ് പൈപ്പും കൊടുക്കും. ഓക്കെ, ഇവിടെ ആന്റി-സൈഫണേജ് പൈപ്പ് കൊടുക്കുന്നുണ്ട്. അതെന്തിനാന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ആന്റി-സൈഫണേജ് പൈപ്പ് നോക്കും, അടുത്ത ടോപ്പിക്കിൽ അതാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അതെന്തിനാണെന്ന് ചോദിച്ചാൽ ഈ വാട്ടർ സീൽ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മുടെ
ഇപ്പൊ ക്ലോസറ്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ, അപ്പൊ ആ ക്ലോസറ്റിലൊക്കെ എപ്പോഴും ഒരു വെള്ളം, കുറച്ച് വെള്ളം താഴ്ഭാഗത്ത് കാണാം അല്ലെ? അത് വാട്ടർ സീലാണ്. അത് കേട്ടല്ലോ? ആ വാട്ടർ സീൽ ഉള്ളത് കൊണ്ടാണ് ഉള്ളിൽ പോയ വേസ്റ്റിന്റെ മണം പിന്നെ ബാത്റൂമിലേക്ക് വരാത്തത്. ഓക്കെ, അപ്പൊ അതിനു വേണ്ടി നമ്മൾ ആന്റി സൈഫണേജ് പൈപ്സ് കൊടുക്കും. അതെന്താണ് കൂടുതൽ ഡീറ്റെയിൽഡ് ആയി നമുക്ക് അടുത്ത ടോപ്പിക്കിൽ നോക്കാം. ഓക്കെ, soil pipes and vent pipes are provided with wire cage at the top to avoid the birds making nest in the pipes. ഈ മറ്റേ വെന്റ് പൈപ്പ് അതുപോലെ സോയിൽ പൈപ്പ് ഒക്കെ മോളില്, അതായത് ഈ പൈപ്പിന്റെ ഒക്കെ ഏറ്റവും മുകൾ ഭാഗത്ത് വെന്റിലേഷന് കൊടുക്കുന്ന അല്ലെ? അപ്പൊ അത് ഓപ്പൺ ആയിരിക്കും, എന്നാല് എയർ, ബാഡ് സ്മെല്ലുള്ള എയർ ഒക്കെ പുറത്തു പോകും അല്ലെ? അപ്പൊ അത് നമ്മൾ ഓപ്പൺ ആയിട്ടാണ് ഇടുക. അപ്പൊ എന്ത് പറ്റും? ഓപ്പൺ ആയിട്ട് ഇടുമ്പോ അവിടെ പക്ഷികളൊക്കെ വന്ന് കൂട് കൂട്ടാനൊക്കെ സാധ്യതയുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ പക്ഷികൾ അവിടെ വന്നിരിക്കാനൊക്കെ സാധ്യതയുള്ള സ്ഥലമാണ്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? വയർ കേജിങ് കൊടുക്കും. നല്ല തിന്നായിട്ടുള്ള വയർ വെച്ച് ഒരു മെഷൊക്കെ പോലെ നമ്മൾ ഇതിന് മുകളിൽ കൊടുക്കും. ഓക്കെ, the drainage system in buildings shall be provided as per IS 1172-1971, IS 1742-1972. അപ്പൊ ഈ കോഡുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ഡ്രെയിനേജ് സിസ്റ്റം ഇൻ ബിൽഡിങ്സ് ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിനും നമുക്കൊരു കോഡ് ഉണ്ട് അല്ലെ? നിങ്ങൾക്ക് സ്റ്റീലിന് അതുപോലെ RCCക്ക് ഒക്കെ കോഡില്ലേ? അതുപോലെ ഡ്രെയിനേജ് സിസ്റ്റം, ബിൽഡിങ്ങിലുള്ള ഡ്രെയിനേജ് സിസ്റ്റത്തിന്റെ ഡിസൈനിനും നമുക്കൊരു കോഡ് ഉണ്ട്. ഓക്കെ, ഏതാ കോഡ് നമ്പർ? 1172-1971 അല്ലെങ്കിൽ IS 1742-1972. ഓക്കെ, ഈ കോഡിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പൊ അതാണ് സാനിറ്ററി ഫിറ്റിംഗ്സിന്റെ ഒരു ലേ ഔട്ട്, എങ്ങനെയാണ് ബിൽഡിങ്സിൽ കൊടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഓരോ പൈപ്പുകളെ കുറിച്ചൊന്ന് നോക്കാം. അപ്പൊ ഡിഫറെന്റ് പൈപ്സ് യൂസ്ഡ് ഇൻ ഡ്രെയിനേജ് അറേഞ്ച്മെന്റ്, ഏതൊക്കെ പൈപ്പുകളാണ് നമ്മൾ കൊടുക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ മെയിൻലി 4 പൈപ്സ് ആണ് നമ്മൾ പറയുന്നത്: സോയിൽ പൈപ്പ്, വേസ്റ്റ് പൈപ്പ്, വെന്റ് പൈപ്പ്, ആന്റി സൈഫണേജ് പൈപ്പ്. അപ്പൊ ഈ ഒരു 4 പൈപ്പുകളെ കുറിച്ചാണ് നോക്കാനുള്ളത്. അപ്പൊ ഓരോന്നായി നോക്കാം അല്ലെ? അതിനു മുന്നേ നമുക്ക് ഈ ഒരു ഡയഗ്രാം ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം, എന്നാൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമാവും നോക്കുന്ന സമയത്ത്. ഓക്കെ, അപ്പൊ ഇതിൽ ആദ്യം പറയുന്നത് 1 എന്ന് പറയുന്നത് ഇവിടെയാണ്, വാട്ടർ സപ്ലൈ ഫ്രം ദ സ്ട്രീറ്റ് മെയിൻ. അപ്പൊ ഈ ഇവിടെ സ്ട്രീറ്റ്, ഇവിടെയാണ് സ്ട്രീറ്റ് അല്ലെ? ആ സ്ട്രീറ്റിൽ നിന്നാണ് നമുക്ക് വെള്ളം ലഭിക്കുന്നത്. ഓക്കെ, അതായത് നമ്മുടെ കുടിവെള്ളം കിട്ടുന്ന പൈപ്പാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ പൈപ്പിൽ നിന്ന് വെള്ളം വരുന്നത് എങ്ങോട്ടേക്കാണ്? ഇവിടെ അല്ലെ? അതായത് വാട്ടർ സമ്പ്. നമ്മുടെ വീട്, നമ്മുടെ ബിൽഡിംഗ്, എന്ത് ബിൽഡിംഗും ആയിക്കോട്ടെ, അപ്പൊ നമ്മുടെ ബിൽഡിംഗ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ബിൽഡിങ്ങിന്റെ ഇവിടെ മണ്ണിനടിയിൽ നമ്മൾ വെക്കുന്ന ഒരു സാധനമാണ് സമ്പ്. എന്നുവെച്ചാൽ ടാങ്ക് തന്നെയാണ്, പക്ഷെ നമ്മുടെ ഭൂമിയുടെ അടിയിൽ കൊടുക്കുന്നതിന് സമ്പ് എന്നാണ് പറയാം. അപ്പൊ ടാങ്ക് തന്നെയാണ് കേട്ടോ, വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള സമ്പ്. ഓക്കെ, അപ്പൊ നമ്മുടെ വെള്ളം വന്ന് സമ്പിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. എന്നിട്ട് നമ്മൾ പമ്പ് ഉപയോഗിച്ച് പമ്പ് ചെയ്തിട്ട് വെള്ളം മുകളിലേക്ക് എത്തിക്കും, ഓവർഹെഡ് ടാങ്കിലേക്ക് എത്തിക്കും. ഓക്കെ, ഇത് മനസ്സിലായില്ലേ? ഈ വീട് എങ്ങനെയാന്നുള്ളത് മനസ്സിലായില്ലേ? എലിവേഷൻ ആണ് കേട്ടോ വീടിന്റെ. അതായത് ഇത് ഗ്രൗണ്ട് ഫ്ലോർ, ഇത് ഫസ്റ്റ് ഫ്ലോർ. ഓക്കെ, അപ്പൊ 2 നിലയേ ഉള്ളൂ വീടിന്. പിന്നെ മുകളില് ടെറസിന്റെ മുകളിലായിട്ട് ഒരു ടാങ്ക് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ സമ്പിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് പൈപ്പിലൂടെ, ഈ പൈപ്പിനെയാണ് പറയുന്നത് റൈസിംഗ് മെയിൻ.
റൈസിംഗ് മെയിൻ എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് കൊടുക്കുന്ന പൈപ്പ്. റൈസിംഗ് മെയിനിലൂടെ ഓവർഹെഡ് ടാങ്കിലെത്തി, വെള്ളം ടാങ്കിലെത്തി. ഓക്കെ, ഇനി അതിനുശേഷം ഡിസ്ട്രിബ്യൂഷൻ പൈപ്സ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ഈ ടാങ്കിൽ നിന്ന് നമ്മുടെ ഓരോ മുറികളിലേക്ക് പൈപ്പ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും അല്ലേ. അപ്പൊ ഇത് ഡിസ്ട്രിബ്യൂഷൻ പൈപ്പുകളാണ്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ പൈപ്പിലൂടെ കണ്ടില്ലേ, ഡിസ്ട്രിബ്യൂഷൻ പൈപ്പാണ് ഈ കാണിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ ഇതൊരു ഫ്ലഷിംഗ് സിസ്റ്റം ആണ്. അതായത് നമ്മുടെ വാട്ടർ ക്ലോസറ്റ് ഒക്കെ ഫ്ലഷ് ചെയ്യുമ്പോൾ വെള്ളം വരുന്നത് ഒരു ചെറിയൊരു കുഞ്ഞു ടാങ്ക് ഉണ്ടായിരിക്കും അല്ലെ, നമ്മുടെ ബാത്റൂമിന്റെ ഒക്കെ അകത്ത് തന്നെ ആയിട്ടൊക്കെ കണ്ടിട്ടില്ലേ. അതിനെയാണ് ഫ്ലഷിംഗ് സിസ്റ്റം ആണെന്ന് പറയാം. അപ്പൊ ഫ്ലഷിംഗ് സിസ്റ്റമിലേക്കും വെള്ളം പോകുന്നുണ്ട് അല്ലെ, ഓവർഹെഡ് ടാങ്കിൽ നിന്ന് പോകുന്നുണ്ട്. രണ്ട് ഫ്ലഷിംഗ് സിസ്റ്റംസ് ഉണ്ട്. രണ്ട് ടോയ്ലറ്റുകളാണ് കാണിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറത്തെ ടോയ്ലറ്റും സെക്കൻഡ് ഫ്ലോർ ഗ്രൗണ്ട് ഫ്ലോറത്തെ ടോയ്ലറ്റും ഫസ്റ്റ് ഫ്ലോറത്തെ ടോയ്ലറ്റും. അപ്പൊ ടോയ്ലറ്റ്സിലെ ഫ്ലഷിംഗ് സിസ്റ്റമിലേക്ക് വെള്ളം വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇതെല്ലാം ഡൗൺ ടേക്ക് പൈപ്പുകളാണ്. അതായത് ഫ്ലഷിംഗ് സിസ്റ്റമിൽ നിന്ന് ക്ലോസറ്റിലേക്ക് കൊടുക്കുന്ന പൈപ്പ്. ഓക്കെ, ഡൗൺ ടേക്ക് പൈപ്പ്, താഴോട്ടേക്ക്. മറ്റേത് റൈസിംഗ് മെയിൻ ആയിരുന്നു അല്ലെ, മുകളിലേക്ക് പോകുന്ന പൈപ്പിനെ പറയുന്നത് റൈസിംഗ് മെയിൻ. താഴോട്ടേക്ക് വന്നത് ഡൗൺ ടേക്ക് പൈപ്പ്. ഡൗൺ ടേക്ക് ഫ്ലഷ് പൈപ്പാണ്, ഫ്ലഷ് ചെയ്യാൻ വേണ്ടിയല്ലേ നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ട് ഡൗൺ ടേക്ക് ഫ്ലഷ് പൈപ്പ്. പിന്നെ അടുത്തത് പറയാനുള്ളത് വാട്ടർ ക്ലോസറ്റ് അല്ലെ, 10. ഇത് വാട്ടർ ക്ലോസറ്റ് ആണ്. ഇതൊരു യൂറോപ്യൻ വാട്ടർ ക്ലോസറ്റ് ആണ്. പിന്നെ അതുപോലെ ഇതൊരു ഇന്ത്യൻ വാട്ടർ ക്ലോസറ്റ് ആണ്. ഓക്കെ, യൂറോപ്യൻ വാട്ടർ ക്ലോസറ്റും കാണിച്ചിട്ടുണ്ട്, ഒരു ഇന്ത്യൻ വാട്ടർ ക്ലോസറ്റ് കാണിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇതാണ് ട്രാപ്പ്. ഈ ക്ലോസറ്റിന് അടിയിൽ നമ്മൾ കാണുന്ന ഒരു ചെറിയ പൈപ്പ് അല്ലെ, നമ്മൾ കാണാറില്ലേ. ഇല്ലെങ്കിൽ ഇന്ന് കണ്ടിട്ടില്ലെങ്കിൽ ഇന്നൊന്ന് വീട്ടിൽ പോയി വീട്ടിലെ ബാത്റൂംസ് ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ ക്ലോസറ്റിന് അടിയിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു പൈപ്പ് അതാണ് ട്രാപ്പ്. ഇതിലാണ് വെള്ളം കെട്ടിക്കിടക്കുക അല്ലെ, കുറച്ച് വെള്ളം ഉണ്ടാവും. അതെ, അപ്പൊ അതാണ് ട്രാപ്പ് വിത്ത് വാട്ടർ സീൽ. ഓക്കെ, വാട്ടർ സീൽ വെച്ചിട്ടുള്ള ട്രാപ്പാണ് ഇത്. ഓക്കെ, പിന്നെ ഈ ട്രാപ്പിനോട് കണക്ട് ചെയ്തിട്ടുള്ള പൈപ്പാണ് ആന്റി സൈഫണേജ് പൈപ്പ്. ഓക്കെ, പിന്നെ ഈ 13 കാണിച്ചിട്ടുള്ളത് ട്രാപ്പിനോട് കണക്ട് ചെയ്തിട്ട് ഒരു വെന്റ് പൈപ്പ് കൊടുത്തിട്ടുണ്ട്, അതായത് വെന്റിലേഷന് വേണ്ടി. അപ്പൊ ഇത് ആന്റി സൈഫണേജിന്റെ വെന്റിലേഷൻ കൊടുക്കുന്ന പൈപ്പാണ്, വെന്റ് പൈപ്പ്. ഓക്കെ, പിന്നെ അടുത്തത് താഴേക്ക് മണ്ണിനടിയിലേക്ക് പോവാണ് വേസ്റ്റ് ഒക്കെ, അതാണ് സോയിൽ പൈപ്പ്. ഓക്കെ, സോയിൽ പൈപ്പ് എന്ന് പറയുമ്പോൾ മറ്റേ നൈറ്റ് സോയിൽ ക്യാരി ചെയ്യുന്ന പൈപ്പ്, നമ്മുടെ ഹ്യൂമൻ എക്സ്ക്രീറ്റ ക്യാരി ചെയ്യുന്ന പൈപ്പ്, അതാണ് സോയിൽ പൈപ്പ്. ഓക്കെ, സോയിൽ പൈപ്പ് എന്ന് പറയുന്നത് ഹ്യൂമൻ എക്സ്ക്രീറ്റ ക്യാരി ചെയ്യുന്ന പൈപ്പാണ്. ഓക്കെ, പിന്നെ കാണിച്ചിട്ടുള്ളത് പിന്നെ 15 എന്ന് പറയുന്നത് ഇതാണ്, കൗൾ വിത്ത് വയർ മെഷ്. അത് മുകളിൽ കൊടുക്കുന്നത് നമ്മൾ പറഞ്ഞില്ലേ, പക്ഷികളൊന്നും കൂട് കൂട്ടാതിരിക്കാനും വന്നിരിക്കാതിരിക്കാൻ കൊടുക്കുന്ന ഒരു വയർ മെഷ്. ഇതാണ് ഒരു വയർ മെഷ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ ഒരു ഫിഗറിൽ ഇൻസ്പെക്ഷൻ ചേംബർ അല്ലെ. അപ്പൊ ഇതൊരു ഇൻസ്പെക്ഷൻ ചേംബർ ആണ്. അതായത് എന്തെങ്കിലും ബ്ലോക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പരിശോധിക്കാൻ വേണ്ടി, ഒരാൾക്ക് ഇറങ്ങിയൊക്കെ പരിശോധിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇൻസ്പെക്ഷൻ ചേംബർ ആണ്. പിന്നെ ഇത് ഒരു വേസ്റ്റ് പൈപ്പാണ്. ഓക്കെ, ബാത്റൂമില് ഇതിപ്പോ നമ്മള് മറ്റേ ക്ലോസറ്റിൽ നിന്ന് കണക്ട് ചെയ്യുന്ന പൈപ്പിനെ കുറിച്ചാണ് ഇപ്പൊ പറഞ്ഞത് അല്ലെ, ആന്റി സൈഫണേജ് പൈപ്പ്, സോയിൽ പൈപ്പ് എന്നൊക്കെ പറഞ്ഞത്. പിന്നെ അതുപോലെ ബാത്റൂമില് കുളിച്ചു കഴിഞ്ഞാൽ കുളിച്ചു കഴിഞ്ഞ വെള്ളം പോവാൻ ചെറിയൊരു ഓട്ട ഉണ്ടായിരിക്കും അല്ലെ, അതിനോട് കണക്ട് ചെയ്തിട്ടുള്ളതാണ് വേസ്റ്റ് പൈപ്പ്. ഓക്കെ, വേസ്റ്റ് പൈപ്പ്. പിന്നെ പറയുന്നത് പിന്നെന്താ കാണിച്ചിട്ടുള്ളത്, ഫ്ലോർ ട്രാപ്പ്. ഫ്ലോർ ട്രാപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ബാത്റൂമിലെ ഒരു ഓട്ട എന്ന് വെച്ചാൽ നമ്മൾ കുളിച്ചു കഴിഞ്ഞ് വെള്ളം പോവാൻ താഴെ കൊടുത്തിട്ടുള്ള ഒരു ഓട്ട, അതാണ് ഫ്ലോർ ട്രാപ്പ്. ഓക്കെ, പിന്നെ ഗള്ളി ട്രാപ്പ്. ഗള്ളി ട്രാപ്പ് എന്ന് പറയുമ്പോൾ
മണം പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ട്രാപ്പ്, അത് ഗള്ളി ട്രാപ്പ്. ഓക്കെ, അത് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പൈപ്പിന്റെ, അതായത് വേസ്റ്റ് പൈപ്പിന്റെ ഒക്കെ നമ്മുടെ സോയിലിലേക്ക് വന്നതിന് ശേഷം കൊടുക്കുന്ന ട്രാപ്പാണ് ഗള്ളി ട്രാപ്പ്. ഓക്കെ, അതിന് മുന്നേയുള്ള ഫ്ലോർ ട്രാപ്പ്, അത് നമ്മുടെ ബാത്റൂമിന്റെ നിലത്തിനടിയിൽ കൊടുക്കുന്നതാണ് ഫ്ലോർ ട്രാപ്പ്. പക്ഷെ ഗള്ളി ട്രാപ്പ് എന്ന് പറയുമ്പോൾ ഈ എല്ലാ ഫ്ലോറിൽ നിന്ന് കളക്ട് ചെയ്ത് കഴിഞ്ഞ് ആ ഒരു കോമൺ പൈപ്പ് നമ്മുടെ നിലത്തേക്ക് എത്തും അല്ലെ, ഭൂമിയുടെ അടിയിലേക്ക് എത്തും. അപ്പൊ കൊടുക്കുന്ന ട്രാപ്പാണ് ഗള്ളി ട്രാപ്പ്. ഓക്കെ, അപ്പൊ ഇതാണ് ഈ ഒരു ഡയഗ്രത്തിൽ പറയുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് ഓരോ പൈപ്പിനെ കുറിച്ചും എന്തൊക്കെയാന്നുള്ളത് നോക്കാം. അപ്പൊ ആദ്യം സോയിൽ പൈപ്പ് നോക്കാം. Pipe through which liquid waste including human excreta flows. എന്താണ്, നമ്മുടെ ടോയ്ലറ്റിൽ വാട്ടർ ക്ലോസറ്റിനോട് അറ്റാച്ച് ചെയ്തുകൊണ്ടുള്ള പൈപ്പാണ് സോയിൽ പൈപ്പ് അല്ലെ. ഇറ്റ് ഈസ് കണക്റ്റഡ് ടു വാട്ടർ ക്ലോസറ്റ്. അപ്പോൾ വാട്ടർ ക്ലോസറ്റിനോട് അറ്റാച്ച് ചെയ്തുകൊണ്ടുള്ള, കണ്ടില്ലേ, ഇപ്പൊ നമുക്ക് ഇപ്പൊ ഒരു ബിൽഡിങ്ങിന്റെ, അപ്പൊ നിങ്ങളുടെ വീടിന്റെ ആയിക്കോട്ടെ, വീടിന്റെ ഒക്കെ ചുറ്റും നടക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ടോയ്ലറ്റിന്റെ ഭാഗത്തായിട്ട് പുറമെ, ടോയ്ലറ്റിന്റെ ഒക്കെ പുറമെ ആയിട്ട് പൈപ്പുകൾ കാണാം അല്ലെ, വെർട്ടിക്കൽ പൈപ്പുകൾ കാണാം. അപ്പൊ ആ പൈപ്പാണ്, അതിലെ ഒരു പൈപ്പാണ് സോയിൽ പൈപ്പ്. ഓക്കെ, അപ്പൊ ആ സോയിൽ പൈപ്പിലൂടെ ഹ്യൂമൻ എക്സ്ക്രീറ്റയാണ് ഡിസ്പോസ് ചെയ്ത് കളയുന്നത്. ഓക്കെ, കണ്ടില്ലേ, ടോയ്ലറ്റിനോട് അറ്റാച്ച്, ആ വാട്ടർ ക്ലോസറ്റിനോട് അറ്റാച്ച് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഏത് പൈപ്പ്, സോയിൽ പൈപ്പ് ഉള്ളത്. പിന്നെ അടുത്തത് വേസ്റ്റ് പൈപ്പ് അല്ലെ. വേസ്റ്റ് പൈപ്പ് നമ്മൾ ഈ ഇതിൽ കാണിച്ചിരുന്നു. ഏതാ വേസ്റ്റ് പൈപ്പ്? ഈ കാണുന്നത് അല്ലെ, ഇതാണ് വേസ്റ്റ് പൈപ്പ്. അതായത് ബാത്റൂമിലേക്ക് ബാക്കി ഇപ്പൊ വാട്ടർ ക്ലോസറ്റിലൂടെ പോകുന്ന വേസ്റ്റ് അല്ലാതെ നമ്മൾ കുളിക്കുമ്പോ പോകുന്ന വെള്ളമൊക്കെ, അങ്ങനത്തെ ആ വെള്ളമൊക്കെ പോവാൻ വേണ്ടി കൊടുക്കുന്ന പൈപ്പാണ് വേസ്റ്റ് പൈപ്പ്. അത് സാധാരണ വേസ്റ്റ് പൈപ്പ്. ഓക്കെ, പിന്നെ ഹ്യൂമൻ എക്സ്ക്രീറ്റ കൊടുക്കുന്നതാണ് ഏത്, സോയിൽ പൈപ്പ്. ഓക്കെ, അതാണ് വ്യത്യാസം. അപ്പൊ രണ്ട് പൈപ്പുകൾ കാണാം ബാത്റൂമിന്റെ പുറത്തായിട്ട്, അതായത് ബിൽഡിങ്ങിന് പുറമെ വെർട്ടിക്കലായിട്ട് നിങ്ങൾക്ക് രണ്ട് പൈപ്പ് മിനിമം കാണാൻ സാധിക്കും. അതിലൊന്ന് സോയിൽ പൈപ്പ് ആയിരിക്കും, ഒന്ന് വേസ്റ്റ് പൈപ്പാണ് അല്ലെ. So pipe carrying liquid waste from kitchen, bathroom, wash basin, etc. which does not contain human excreta is called waste pipe. അപ്പോൾ വേസ്റ്റ് പൈപ്പിൽ എവിടുന്നൊക്കെയാണ് വേസ്റ്റ് പൈപ്പിന് കണക്ഷൻ വരുന്നത്? കിച്ചണിൽ നിന്ന് അല്ലെ, സിങ്ക്, കിച്ചണിലെ പാത്രം കഴുകുന്ന സിങ്ക്. അപ്പൊ പാത്രം കഴുകുന്ന സിങ്കിൽ നിന്ന്, പിന്നെ അതുപോലെ ബാത്റൂം എന്ന് പറയുമ്പോൾ ബാത്റൂമിലെ കുളിക്കുമ്പോൾ വെള്ളം പോകുന്ന ആ ഒരു ഹോള് അല്ലെ, ഫ്ലോറിൽ കൊടുക്കുന്ന ആ ഒരു ഓട്ട അല്ലെ, അപ്പൊ അതാ ബാത്റൂമിൽ നിന്ന്. പിന്നെ വാഷ് ബേസിൻ, നമ്മൾ കൈ കഴുകുന്ന വാഷ് ബേസിനിൽ നിന്ന് ഒക്കെ വേസ്റ്റ് വാട്ടർ പോയി എത്തുന്നത് എവിടെയാണ്? ഈ ഒരു വേസ്റ്റ് പൈപ്പിലാണ്. അപ്പൊ ആ വേസ്റ്റ് പൈപ്പില് ഹ്യൂമൻ എക്സ്ക്രീറ്റ അടങ്ങിയിട്ടില്ല, ബാക്കി എല്ലാ വേസ്റ്റും. അതാണ് വേസ്റ്റ് പൈപ്പിൽ ഉണ്ടാവുക. പിന്നെ അടുത്തത് വെന്റ് പൈപ്പ്. വെന്റ് പൈപ്പ് നമ്മൾ ആദ്യമേ പറഞ്ഞു. എന്താണ് വെന്റ് പൈപ്പ് എന്ന് പറയുമ്പോൾ? വെന്റിലേഷന് കൊടുക്കുന്നതാണ് അല്ലെ. അതായത് ഒരു എയർ ഫ്ലോ ഉണ്ടാവാൻ വേണ്ടി കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ ഈ എയർ ഫ്ലോ ഉണ്ടെങ്കിൽ ആ ഒരു ബാഡ് സ്മെല്ല് പോവുള്ളൂ. അപ്പൊ അതിനു വേണ്ടി വെന്റിലേഷൻ കൊടുക്കുകയാണ്. അതിനു വേണ്ടി ഉള്ള പൈപ്പാണ് വെന്റ് പൈപ്പ്. So the pipe installed to provide ventilation, that is flow of air into or from a drainage system in order to protect the water seal. അപ്പൊ വാട്ടർ സീലില് എയർ ഒന്നും വന്നടിഞ്ഞു കൂടാതിരിക്കാൻ നമ്മൾ ആ എയർ ഒക്കെ പുറത്തേക്ക് കളയാണ്. അപ്പൊ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന പൈപ്പാണ് ഇത്
വെന്റ് പൈപ്പ് അല്ലെ, വെന്റിലേഷന് കൊടുക്കുന്ന കണ്ടില്ലേ. വാട്ടർ സീലിൽ നിന്ന് ഇതാണ് സോയിൽ പൈപ്പ്. അപ്പൊ ആ ഒരു പൈപ്പിനോട് അറ്റാച്ച് ചെയ്തുകൊണ്ട് നമ്മളൊരു വെന്റിലേഷൻ പൈപ്പ് കൊടുക്കുക. ഓക്കെ. It enables the foul gases produced in the pipe to escape into the atmosphere. അപ്പൊ പുറമെ അറ്റ്മോസ്ഫിയറിലേക്ക് കൊടുക്കുകയാണ് അല്ലെ, ബാഡ് സ്മെല്ലൊക്കെ അറ്റ്മോസ്ഫിയറിലേക്ക് കൊടുക്കും. അപ്പൊ അതാണ് വെന്റ് പൈപ്പ്, വെന്റിലേഷന് കൊടുക്കുന്ന പൈപ്പ്. ഇനി നാലാമത്തെ ടൈപ്പ് ആന്റി സൈഫണേജ് പൈപ്പ്. അതെന്താ നമുക്ക് നോക്കാം. It prevents the self or induced siphonage action. അതായത് ഞാൻ പറഞ്ഞു സൈഫൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ഷേപ്പിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു തന്നിരുന്നു അല്ലെ. ഇതാ ഇങ്ങനെ ഒരു ഷേപ്പ്, യു ഷേപ്പ്. അപ്പൊ ആ ഒരു ഷേപ്പ് എന്ന് വെച്ചാൽ ഇങ്ങനെ അല്ലെ, ഒരു യു ഷേപ്പിനെയാണ് സൈഫോണിക് ആക്ഷൻ എന്നൊക്കെ പറയുന്നത്. ഓക്കെ. അപ്പൊ ആ ഒരു സൈഫണേജ് ആക്ഷൻ തടയാൻ വേണ്ടി കൊടുക്കുന്നതാണ് ആന്റി സൈഫണേജ് പൈപ്പ്. If siphonage takes place, the water seals of trap are sucked and give way for the entry of foul gases into the building through the fittings, causing odor nuisance. അപ്പൊ എന്താണ് പറ്റുക? സൈഫണേജ് ഉണ്ടായി കഴിഞ്ഞാൽ ഈ വാട്ടർ സീലില്ലേ, നമ്മുടെ വാട്ടർ ക്ലോസറ്റിന്റെ ഒക്കെ അടിയിൽ കൊടുക്കുന്ന കുറച്ച് വെള്ളം കണ്ടിട്ടില്ലേ, വാട്ടർ സീല്. അപ്പൊ ആ വാട്ടർ സീല് ഇങ്ങോട്ടേക്ക് എടുക്കും. അതായത് കണ്ടില്ലേ, ഇപ്പൊ ഈ വാട്ടർ സീല് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഈ ഒരു ഷേപ്പ് കണ്ടല്ലോ. അപ്പൊ ഈ വാട്ടർ സീല് എയർ സക്ക് ചെയ്ത് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ വാട്ടർ സീൽ അങ്ങ് പോകും അല്ലെ. അങ്ങനെ വാട്ടർ സീൽ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും? ചീത്ത മണമൊക്കെ പിന്നെ ക്ലോസറ്റിനകത്തേക്ക്, അതായത് നമുക്ക് ബാത്റൂമിന്റെ അകത്തേക്ക് വരും അല്ലെ. അപ്പൊ ആ വെള്ളം അതുപോലെ തന്നെ നിലനിൽക്കാൻ, അതായത് സൈഫോണിക് ആക്ഷൻ ഒന്നും ഉണ്ടാവാതിരിക്കാൻ നമ്മൾ കൊടുക്കുന്ന പൈപ്പാണ് ആന്റി സൈഫണേജ് പൈപ്പ്. ഓക്കെ. സൈഫോണിക് ആക്ഷൻ ഉണ്ടെങ്കിൽ ഇതിങ്ങനെ വലിച്ചെടുക്കും, എയർ സക്ക് ചെയ്ത് അങ്ങ് എടുക്കും വെള്ളം. അപ്പൊ അവിടെ വെള്ളം വാട്ടർ സീൽ ഉണ്ടാവില്ല പിന്നെ. അപ്പൊ വാട്ടർ സീൽ ഇല്ലെങ്കിൽ ചീത്ത മണം ബാത്റൂമിലേക്ക് വരും അല്ലെ. അപ്പൊ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ കൊടുക്കുന്നതാണ് ആന്റി സൈഫണേജ് പൈപ്പ്. Okay, that also prevents odor nuisance. Helps in preventing odor nuisance. Okay, അതാണ് ആന്റി സൈഫണേജ് പൈപ്പ്. അപ്പൊ 4 പൈപ്പും നമ്മൾ പരിചയപ്പെട്ടു അല്ലെ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പ്ലംബിംഗ് സിസ്റ്റത്തിനെ കുറിച്ചാണ്. നമുക്ക് നോക്കാം പ്ലംബിംഗ് സിസ്റ്റം, അതിന്റെ ടൈപ്സ് ഒക്കെ നിങ്ങൾക്ക് നോക്കാനുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ പ്ലംബിംഗ് സിസ്റ്റം പൊതുവെ നമുക്ക് 3 ടൈപ്പ് പ്ലംബിംഗ് സിസ്റ്റം ആണ് പറയുക. സിംഗിൾ സ്റ്റാക്ക് സിസ്റ്റം, 1 പൈപ്പ് സിസ്റ്റം, 2 പൈപ്പ് സിസ്റ്റം. അങ്ങനെ 3 ടൈപ്പ് ഓഫ് പ്ലംബിംഗ് സിസ്റ്റംസ് ആണ് ഉള്ളത്. അപ്പൊ എന്തൊക്കെയാണെന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിടക്കാം. ഓക്കെ, ടോപ്പിക് നോക്കാം. അപ്പൊ ആദ്യം സിംഗിൾ സ്റ്റാക്ക് സിസ്റ്റം. വേസ്റ്റ് വാട്ടർ ഫ്രം ബാത്റൂം, കിച്ചൺ, വാഷ് ബേസിൻ, യൂറിനൽസ് എക്സെട്ര and also wastewater containing human excreta from water closet is discharged through a single soil pipe. അപ്പോൾ അതാണ് സിംഗിൾ സ്റ്റാക്ക് സിസ്റ്റം. എന്താണ്? നമ്മുടെ സോയിൽ പൈപ്പും വേസ്റ്റ് വാട്ടർ പൈപ്പും വേസ്റ്റ് പൈപ്പും നമ്മൾ 4 പൈപ്പുകളെ കുറിച്ച് പഠിച്ചിരുന്നു അല്ലേ. ഏതൊക്കെയായിരുന്നു? സോയിൽ പൈപ്പ്, വേസ്റ്റ് പൈപ്പ്, വെന്റിലേഷൻ പൈപ്പ്, വെന്റ് പൈപ്പ്, ആന്റി സൈഫണേജ് പൈപ്പ് അല്ലെ. ഈ 4 പൈപ്പും നമ്മളിപ്പോ പറഞ്ഞു. അതിലെ സോയിൽ പൈപ്പും വേസ്റ്റ് പൈപ്പും കൂടെ ഒന്നിച്ചാൽ എങ്ങനെയുണ്ടാവും? അതായത് ഹ്യൂമൻ എക്സ്ക്രീറ്റയും അതുപോലെ കിച്ചൺ വേസ്റ്റ്, ബാത്റൂം വേസ്റ്റ്, വാഷ് ബേസിനിലെ വേസ്റ്റ്, ഇതെല്ലാം ഒരൊറ്റ പൈപ്പിലൂടെ ക്യാരി ചെയ്യേണ്ട അവസ്ഥ. അതിനെയാണ് എന്ത് വിളിക്കുക? സിംഗിൾ സ്റ്റാക്ക് സിസ്റ്റം. This pipe is also made to act as a ventilating pipe. അപ്പൊ ഇതേ പൈപ്പിലൂടെ തന്നെയാണ് എന്തുള്ളത്? വെന്റിലേഷനും. അപ്പൊ എല്ലാത്തിനും കൂടെ ഒരൊറ്റ പൈപ്പാണ്. The traps should have water seals at all times, at least to a depth of 75 mm.
അപ്പോൾ ഒരു മിനിമം 75 mm, അതായത് ഒരു 7.5 സെന്റിമീറ്റേഴ്സ് മിനിമം എന്ത് വേണം? ട്രാപ്പില് വെള്ളം, വാട്ടർ സീലിന്റെ ഡെപ്ത് അറ്റ്ലീസ്റ്റ് 7.5 സെന്റിമീറ്റർ എങ്കിലും നിർബന്ധമായും ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഈ പറഞ്ഞ ചീത്ത സ്മെല്ല് വരും. ഓക്കെ, അപ്പൊ പറയുന്നത് സിംഗിൾ സ്റ്റാക്ക് സിസ്റ്റം എളുപ്പമാണല്ലേ? നമ്മുടെ സോയിൽ പൈപ്പ്, അതുപോലെ വേസ്റ്റ് പൈപ്പ്, വെന്റ് പൈപ്പ്, ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ഇപ്പൊ കണ്ടില്ലേ, ഇപ്പൊ ഈ ഒരു ഡയഗ്രത്തിൽ നോക്കിയാൽ മനസ്സിലാവും സിംഗിൾ സ്റ്റാക്ക് സിസ്റ്റം ആണ്. ഓരോ ഫ്ലോറുകളാണ് കാണിച്ചിട്ടുള്ളത്. ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ. ഓക്കെ, അപ്പൊ ഓരോ ഫ്ലോറിലും ബാത്റൂം കണ്ടോ? ഒരു ഫ്ലോറിൽ ഒന്നിന് മുകളിൽ, അടുത്ത ഫ്ലോറിലെ കണ്ടോ, താഴത്തെ ഫ്ലോറിലെ ബാത്റൂമിന്റെ നേരെ മുകളിലാണ് മുകളിലെ ബാത്റൂം ഇരിക്കുന്നത് അല്ലെ? അതിന്റെ നേരെ മുകളിലാണ് അടുത്ത ബാത്റൂം. അപ്പൊ നമുക്ക് ഒരൊറ്റ പൈപ്പ് വേർട്ടിക്കലി കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ ബാത്റൂംസ് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ലെവേറ്ററി ബേസിൻസ്, ഓക്കെ, വാഷ് ബേസിൻസ് ഒക്കെയാണ്. പിന്നെ വാട്ടർ ക്ലോസറ്റ്, സിങ്ക് ഒക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനെല്ലാത്തിനും കൂടെ ഒരൊറ്റ പൈപ്പ് മതി. ഓക്കെ, മാൻഹോളും കാണിച്ചിട്ടുണ്ട്. മാൻഹോൾ എന്താണ്? മാൻഹോൾ അല്ലെ, ഒരാൾക്ക് ഇറങ്ങി നോക്കാൻ പറ്റുന്ന കുഴി, ഇൻസ്പെക്ഷൻ ചേംബർ ആണ്. ഓക്കെ, അപ്പൊ അതാണ് സിംഗിൾ സ്റ്റാക്ക് സിസ്റ്റം. കണ്ടില്ലേ, ഒരൊറ്റ പൈപ്പേ എല്ലാ വേസ്റ്റ് വാട്ടറും ക്യാരി ചെയ്യുന്നുള്ളൂ. അപ്പൊ എന്താണ് ഈ ഒരു സിംഗിൾ സ്റ്റാക്ക് സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജ് നോക്കാം. ഒന്ന് നമുക്കറിയാം, സിംപ്ലിസിറ്റി ഓഫ് ലേഔട്ട്, ഡിസൈൻ ആൻഡ് പ്ലംബിംഗ് അല്ലെ? ഏറ്റവും എളുപ്പമാണ്, ഒരൊറ്റ പൈപ്പ് ഇട്ടാൽ മതി എല്ലാത്തിനും കൂടെ ആയിട്ട്. അതിന്റെ ഡിസൈൻ ചെയ്യാൻ എളുപ്പമാണ്, അതുപോലെ പ്ലംബിങ്ങിനും അല്ലെ ഒക്കെ കൺസ്ട്രക്ട് ചെയ്യാനും വളരെ എളുപ്പമാണ്. Absence of gully traps and waste pipes making the system more economical. അപ്പൊ ഈ ഒരു പൈപ്പിൽ നമ്മൾ മാൻഹോൾ കണ്ടിരുന്നു അല്ലെ? ഒരു പ്രത്യേക ഗള്ളി ട്രാപ്പ് കൊടുക്കുന്നില്ല, പ്രത്യേക വേറൊരു പൈപ്പ്, വേസ്റ്റ് പൈപ്പ് എന്ന് പറയുന്നത്, അത് കൊടുക്കുന്നില്ല. അപ്പൊ വളരെ ചീപ്പാണ്, ഒരൊറ്റ പൈപ്പിന്റെ എമൗണ്ട് മതി അല്ലെ? It improved external appearance because of a single pipe. പുറമേന്ന് കാണാനും വൃത്തിയാണ്, കാരണം ഒരൊറ്റ പൈപ്പേ ഉള്ളൂ. അങ്ങനെ കുറെ പൈപ്പ് നമ്മൾ കൊടുക്കുമ്പോൾ അത് കാണാനൊരു വൃത്തി ഉണ്ടാവില്ലേ? അപ്പൊ ഇത് ഒരൊറ്റ പൈപ്പ് ആവുമ്പോ അതെ, കാണാനൊരു ഭംഗി ഉണ്ടാവും. പിന്നെ അതുപോലെ കോമ്പാക്ട് പ്ലംബിംഗ് അല്ലെ, കോമ്പാക്ട് ആണ്. ഇനി ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാന്ന് നോക്കാം. Air or wastewater from drainage pipes may be forced up through traps by back pressure due to blockage or bad design. എന്താണ്? നമ്മുടെ ഡ്രെയിനേജ് പൈപ്പിൽ നിന്ന് എയർ അല്ലെങ്കിൽ വേസ്റ്റ് തിരിച്ചു പോവാനുള്ളൊരു സാധ്യതയുണ്ട്. അതായത് തിരിച്ച് മേ ബി ഫോഴ്സ്ഡ് അപ്പ്, മുകളിലേക്ക് തിരിച്ചൊഴുകാൻ, ത്രൂ ട്രാപ്സ് ബൈ ബാക്ക് പ്രഷർ. എവിടെയെങ്കിലും ഒരു ബ്ലോക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ തിരിച്ച് ഒഴുകാനുള്ള ഒരു സാധ്യത ഉണ്ട്. പിന്നെ അതുപോലെ വാട്ടർ സീൽ മേ ബി ഇവാപ്പറേറ്റഡ് ഡ്യൂറിങ് ഡ്രൈ വെതർ. അങ്ങനത്തെ കാലാവസ്ഥയാണെങ്കിൽ അല്ലെ, ചൂടുകാലൊക്കെ ആണെങ്കിൽ വാട്ടർ സീല് ഡ്രൈ ആയി പോകാനുള്ള സാധ്യത വരുന്നുണ്ട്. കാരണം ഇതിലിപ്പോ ആന്റി സൈഫണേജ് പൈപ്പോ ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല അല്ലെ, അപ്പൊ വാട്ടർ സീല് ചിലപ്പോ വറ്റിപ്പോവാം, വെള്ളം വറ്റിപ്പോവാം. Possibility of self or induced siphonage to occur due to discharge of another appliance in the system leading to the sucking of water seal. അപ്പൊ ഇവിടെ ആ ഒരു സൈഫോണിക് ആക്ഷനിന് ചാൻസ് കൂടുതലാണ്. ഓക്കെ, ഈ വാട്ടർ സീൽ സക്ക് ചെയ്തെടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഇവിടെ നമ്മൾ ആന്റി സൈഫോണേജ് പൈപ്പ് കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ട്രാപ്പിലൂടെയൊക്കെ ആ സൈഫോണിക് ആക്ഷൻ കാരണം വെള്ളം വലിച്ചെടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അതൊക്കെയാണ് കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഓഫ് സിംഗിൾ സ്റ്റാക്ക് സിസ്റ്റം. ഇനി അടുത്തത് വൺ പൈപ്പ് സിസ്റ്റം. Soil pipe carries wastewater from bath, kitchen, urinal, water closet, etc. But in addition to this,
there is a separate vent pipe connected to the fittings. അപ്പോൾ വൺ പൈപ്പ് സിസ്റ്റത്തിൽ പറയുന്നത് ഒരു പൈപ്പ് അത് മെയിൻ പൈപ്പ് ഉണ്ട്, അതായത് വേസ്റ്റ് ഒക്കെ ക്യാരി ചെയ്യുന്ന പൈപ്പ്. പിന്നെ ഒരു പൈപ്പ് വെന്റിലേഷന് നമ്മൾ കൊടുക്കുന്നുണ്ട്, അതായത് വെന്റിലേഷന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പൈപ്പ് കൊടുക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ സിംഗിൾ സ്റ്റാക്ക് സിസ്റ്റത്തിൽ വെന്റിലേഷൻ പൈപ്പും അത് തന്നെയായിരുന്നു അല്ലെ. പക്ഷെ ഈ കേസിൽ വൺ പൈപ്പ് എന്ന് പറയുമ്പോൾ അതെ നമ്മൾ വെന്റിലേഷന് വേറൊരു പൈപ്പ് കൊടുക്കുന്നുണ്ട്. വെന്റ് പൈപ്പ് ഇസ് കവേർഡ് അറ്റ് ദ ടോപ്പ് ബൈ എ വയർ കേജ്. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വെന്റിലേഷൻ പൈപ്പിന്റെ മുകളിൽ നമ്മളൊരു വയർ മെഷ് കൊടുക്കും, കാരണം പക്ഷികളൊന്നും വന്ന് അതെ കൂട് കൂട്ടാതിരിക്കാൻ വേണ്ടി. അതിന്റെ അഡ്വാൻറ്റേജ് എന്താണ് വൺ പൈപ്പ് സിസ്റ്റത്തിന്റെ? The pipes are effectively ventilated and water seals are protected. അപ്പോൾ ഈ ഒരു കേസിൽ വാട്ടർ സീല്, നമ്മുടെ വാട്ടർ ക്ലോസറ്റിലൊക്കെ നിൽക്കുന്ന വാട്ടർ സീല് അതുപോലെ തന്നെ നിൽക്കും. ഓക്കെ, അങ്ങനെ ഡ്രൈ ആയി പോവില്ല. പിന്നെ അതെന്ന് വെച്ചാൽ സൈഫോണിക് ആക്ഷൻ ഒന്നും ഉണ്ടാവില്ല. സിസ്റ്റം ഇസ് കോസ്റ്റ്ലിയർ ദാൻ സിംഗിൾ സ്റ്റാക്ക് സിസ്റ്റം. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ് അല്ലേ. അതെ, സിസ്റ്റം അതെ നേരത്തെ വെച്ച് നോക്കുമ്പോൾ ഇതിൽ രണ്ട് പൈപ്പ് ഉണ്ട്, ഒരു വേസ്റ്റ് പൈപ്പും ഉണ്ട്, അതുപോലെ തന്നെ ഒരു വെന്റിലേഷന് വേറെ പൈപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെ നമ്മുടെ സിസ്റ്റം കോസ്റ്റ്ലി ആണ്. A modification of one pipe system is the partially ventilated one pipe system in which the vent pipes only ventilate the water closet. അത് ഈ വൺ പൈപ്പ് സിസ്റ്റത്തിന് ചെറിയൊരു മോഡിഫിക്കേഷൻ ഉള്ള ഒരു വൺ പൈപ്പ് സിസ്റ്റം ഉണ്ട്. അതിനെയാണ് പാർഷ്യലി വെന്റിലേറ്റഡ് വൺ പൈപ്പ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. അതെന്താന്ന് ചോദിച്ചാൽ വാട്ടർ ക്ലോസറ്റിലെ പൈപ്പിന് മാത്രം വെന്റിലേഷൻ കൊടുത്തുകൊണ്ട് അങ്ങനത്തെ ഒരു വൺ പൈപ്പ് സിസ്റ്റം ഉണ്ട്. ഓക്കെ, ഒന്നുകിൽ ആ ടോട്ടൽ നമ്മുടെ സോയിൽ പൈപ്പിനെ മുഴുവനായിട്ട് വെന്റിലേറ്റ് ചെയ്യുക, അതിനു വേണ്ടി കൊടുക്കുന്ന വെന്റ് പൈപ്പ്. അതല്ലെങ്കിൽ വാട്ടർ ക്ലോസറ്റിനോട് അറ്റാച്ച് ചെയ്തുകൊണ്ട് മാത്രം വെന്റ് പൈപ്പ് കൊടുക്കും. അതിനെയാണ് പാർഷ്യലി വെന്റിലേറ്റഡ് വൺ പൈപ്പ് സിസ്റ്റം എന്ന് പറയുന്നത്. റിമൈനിങ് പ്ലംബിംഗ് സിമിലർ ടു വൺ പൈപ്പ് സിസ്റ്റം. ഇപ്പൊ ബാക്കിയെല്ലാം നമ്മുടെ വൺ പൈപ്പ് സിസ്റ്റത്തിനെ പോലെ തന്നെയാണ്, ഏത് പാർഷ്യലി വെന്റിലേറ്റഡിലും. ഓക്കെ, അപ്പൊ ഈ ഒരു ഫിഗർ ഒന്ന് നോക്കി നോക്കും. ഈ ബാത്റൂംസിൽ നിന്നും വാട്ടർ ക്ലോസറ്റ്സിൽ നിന്നൊക്കെ വരുന്നത് സോയിൽ പൈപ്പ് ഉണ്ട് അല്ലെ, കളക്ട് ചെയ്യാൻ സോയിൽ പൈപ്പ് ഉണ്ട്. അതിന് പുറമെ നമ്മളൊരു വെന്റിലേഷൻ പൈപ്പ് കൊടുക്കുന്നുണ്ട്, വെന്റ് പൈപ്പ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് വൺ പൈപ്പ് സിസ്റ്റം. ഇനി അടുത്ത് നമുക്ക് ടു പൈപ്പ് സിസ്റ്റം എന്താണെന്ന് നോക്കാം. Soil pipe is connected to all water closets and urinals, and the other waste pipe is connected to bath, kitchen and wash basin etc. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കേസ് അല്ലേ, ആദ്യം പറഞ്ഞത്, അതായത് സോയിൽ പൈപ്പ് എന്ന് പറയുന്നത് വാട്ടർ ക്ലോസറ്റിലെ അതെ ഹ്യൂമൻ എക്സ്ക്രീറ്റ ക്യാരി ചെയ്യാനാണ്, അതുപോലെ യൂറിനൽസിലും. പിന്നെ ബാക്കി അതായത് ബാത്റൂമിൽ നമ്മൾ കുളിക്കുന്ന വെള്ളവും, അതുപോലെ കിച്ചൺ ആണെങ്കിലും സിങ്ക് ആണെങ്കിലും വാഷ് ബേസിൻ ആണെങ്കിലും ആ വേസ്റ്റ് വാട്ടർ ഒക്കെ ക്യാരി ചെയ്യാൻ വേറൊരു പൈപ്പും. ആ ഒരു സിസ്റ്റം ആണ് ഇത് ടു പൈപ്പ് സിസ്റ്റം. ഓക്കെ, സോ ബോത്ത് സോയിൽ പൈപ്പ് ആൻഡ് വേസ്റ്റ് പൈപ്പ് ആർ സെപ്പറേറ്റ്ലി വെന്റിലേറ്റഡ് ബൈ വെന്റ് പൈപ്പ്. അപ്പൊ രണ്ടിനും വേറെ വേറെ എന്ത് കൊടുക്കുന്നുണ്ട്? വെന്റ് പൈപ്പും കൊടുക്കുന്നുണ്ട്. As such, we have 4 pipes in this system. അപ്പൊ ഈ ഒരു സിസ്റ്റത്തില് 4 പൈപ്പുകളാണ് മുഴുവനായിട്ടുള്ളത് അല്ലേ. അപ്പൊ ഇത് വളരെ കോസ്റ്റ്ലി ആണ്, അത് ഡിസൈനും കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. So it provides very effective and trouble-free drainage. അപ്പോൾ ഇതിലെ ഏറ്റവും ഒരു അഡ്വാൻറ്റേജ് എന്താ? വളരെ സ്മൂത്ത് ആയിട്ട്, ബ്ലോക്ക് ഒന്നും ഇല്ലാതെ വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ വേസ്റ്റ് ഡിസ്പോസൽ നടക്കും. പക്ഷെ ഇത് ഇറ്റ് ഇസ് നോട്ട് എക്കണോമിക്കൽ, കോസ്റ്റ്ലി ആണ് അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ഫിഗർ നോക്കാം. അപ്പൊ ഈ ഫിഗറിൽ കണ്ടില്ലേ, നമുക്ക്
രണ്ട് പൈപ്പ് അല്ലേ, ഒരു സോയിൽ പൈപ്പ് ഉണ്ട്, അതുപോലെ ഒരു വേസ്റ്റ് പൈപ്പും ഉണ്ട്. ഈ സോയിൽ പൈപ്പിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത് വാട്ടർ ക്ലോസറ്റ് ആണ്, കണ്ടില്ലേ? വാട്ടർ ക്ലോസറ്റ് സോയിൽ പൈപ്പിലേക്ക്, അത് മാത്രമേ സോയിൽ പൈപ്പിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, പിന്നെ ബാത്റൂമിലെ വേസ്റ്റ്, അതുപോലെ വാഷ് ബേസിനിലെ വേസ്റ്റ്, സിങ്ക് വരെ കണക്ട് ചെയ്തിട്ടുള്ളത് വേസ്റ്റ് പൈപ്പിലേക്കാണ്. കണ്ടോ, സിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് കണക്ട് ചെയ്തത് വേസ്റ്റ് പൈപ്പിലേക്കാണ്. ഓക്കെ, ഇതാ സിങ്ക് വേസ്റ്റ് പൈപ്പിലേക്കാണ് പോണത്. ബാത്റൂം, വാഷ് ബേസിൻ ഇതെല്ലാം വേസ്റ്റ് പൈപ്പിലേക്കാണ് കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അത് വരയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, വാട്ടർ ക്ലോസറ്റ് മാത്രം സോയിൽ പൈപ്പിലേക്ക് വരയ്ക്കുക. പിന്നെ സിങ്ക്, ബാക്കി എല്ലാം ഏതൊക്കെ വേസ്റ്റ് വാട്ടർ വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളുണ്ടോ എല്ലായിടത്തുനിന്നും വേസ്റ്റ് പൈപ്പിലേക്കാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, എന്നിട്ട് ഇത് രണ്ടും കൂടെ ഒരു ഗള്ളി ട്രാപ്പിൽ മീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ, സോയിലുള്ള ഗള്ളി ട്രാപ്പ് മീറ്റ് ചെയ്യുന്നുണ്ട്, അവിടുന്ന് മാൻഹോളിലേക്ക് കണക്ഷൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് 2 പൈപ്പ് സിസ്റ്റം. അതാണ് ഏറ്റവും എഫക്റ്റീവ് ആൻഡ് ട്രബിൾ ഫ്രീ ഡ്രെയിനേജ് കൊടുക്കുന്ന സിസ്റ്റം. അപ്പൊ ഇതാണ് 3 തരത്തിലുള്ള സിസ്റ്റംസ്. ഓക്കെ, പ്ലംബിംഗ് സിസ്റ്റംസ്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ സാനിറ്ററി ഫിറ്റിംഗ്സിനെ കുറിച്ച് നോക്കാം. ഓക്കെ, ഒരുപാട് സാനിറ്ററി ഫിറ്റിംഗ്സ് ഉണ്ട് കേട്ടോ. അതായത് ട്രാപ്പ്, പിന്നെ വാട്ടർ ക്ലോസറ്റ്, പിന്നെ ഫ്ലഷിംഗ് സിസ്റ്റം ആണ്, അതുപോലെ ഒരുപാട് സാനിറ്ററി ഫിറ്റിംഗ്സ് ഉണ്ട്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ നമുക്കൊന്ന് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, അപ്പൊ ഈ ക്ലാസ് അവസാനിച്ചു. താങ്ക് യു.